പ്രതിസന്ധികളിൽ നിന്ന് കരകയറാനാവാതെ കുട്ടനാട്ടിലെ താറാവ് കർഷകർ പക്ഷിപ്പനി നഷ്ടപരിഹാരം ഇനിയും ലഭിക്കാനിരിക്കെ തമിഴ്നാട്ടിൽ നിന്നുള്ള താറാവുകൾ വിപണി കീഴടക്കിയതോടെ കൃഷി തന്നെ ഉപേക്ഷിക്കേണ്ട ഗതികേടിലാണ് കുട്ടനാട്ടിലെ പ്രാദേശിക താറാവ് കർഷകർ. നെൽകൃഷി കഴിഞ്ഞാൽ കുട്ടനാട്ടുകാരുടെ പ്രധാന വരുമാന മാർഗങ്ങളിൽ ഒന്നായിരുന്നു താറാവ് കൃഷി. എന്നാൽ ഇന്നത് തകർച്ചയുടെ വക്കിലാണ്. പക്ഷിപ്പനിയായിരുന്നു ആദ്യ തിരിച്ചടി. വർഷം തോറും ഉണ്ടാകുന്ന രോഗബാധ താറാവ് വളർത്തൽ മേഖലയ്ക്ക് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയത്. 2014 ആദ്യ പക്ഷിപ്പനി മുതൽ ദേശാടന പക്ഷികളെ നിരീക്ഷിക്കുവാനുള്ള സംവിധാനങ്ങൾ ശക്തമാക്കുമെന്ന് പറയുമ്പോഴും അവ പൂർണ്ണ രീതിയിൽ ഫലപ്രദമായിട്ടില്ല. 2014 10,000-ഓളം താറാവുകളെ വളർത്തുന്ന 500-നടുത്ത് താറാവ് കർഷകരുണ്ടായിരുന്ന കുട്ടനാട്ടിൽ 2020 അവസാനിച്ചപ്പോൾ 180-ലേക്ക് ചുരുങ്ങി. ഇപ്പോഴത് 100-ൽ താഴെ മാത്രമാണ്. രോഗം ബാധിച്ച താറാവുകളെ നിശ്ചിത മാനദണ്ഡമനുസരിച്ച് കൊല്ലുകയാണ് പ്രതിവിധി. കൊന്ന താറാവിൻ്റെ കണക്ക് പ്രകാരം കർഷകർക്ക് നഷ്ടപരിഹാരവും നൽകും. പക്ഷേ രോഗബാധ സർക്കാർ പരിശോധനാ കേന്ദ്രം സ്ഥിരീകരിക്കേണ്ടതുണ്ട്. രോഗം സ്ഥിരീകരിക്കാതെ താറാവുകളെ കൊന്നാൽ നഷ്ടപരിഹാരവും ലഭിക്കില്ല. 2022 ബജറ്റ് നയപ്രഖ്യാപന പ്രസംഗത്തിൽ പരിശോധനാ കേന്ദ്രം കുട്ടനാട്ടിൽ സ്ഥാപിക്കുമെന്ന സൂചനയുണ്ടായെങ്കിലും ഇത് വെറും വാഗ്ദാനം മാത്രമായി ഒതുങ്ങി. ഇതിനെല്ലാം പുറമെ വില കുറച്ച് കിട്ടുന്ന തമിഴ്നാട്ടിൽ നിന്നുള്ള താറാവുകൾക്ക് കച്ചവടക്കാർക്കിടയിൽ പ്രിയമേറിയതോടെ തദ്ദേശീയരായ കർഷകർ കൃഷി തന്നെ ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലാണ്. അമൃത ന്യൂസ്, ആലപ്പുഴ.